വളരെ കോൺഫിഡൻറ്റോടുകൂടിയാണ് ഞാൻ പറയുന്നത് ഇവിടെ UDF-ന്റെ ഗവൺമെന്റ് ആയിരിക്കും മെയ്യിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രതീക്ഷിക്കാവുന്ന ആളാണ്. ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമാണ് ഇതൊക്കെ. നാഷണൽ ഹെറാൾഡ് കേസിൽ ഞാൻ ജയിലിലടക്കപ്പെടുകയാണെങ്കിൽ ആശുപത്രിയിൽ ഈ ഘട്ടത്തിൽ കിടക്കുന്ന അമ്മ അറിയരുത് എന്ന് കേസിയോട് പറഞ്ഞിരുന്നു പറഞ്ഞു. എനിക്ക് നിരാശയില്ല. ആ പ്രതീക്ഷയുള്ള കാലത്തേക്ക് കോൺഗ്രസും വരും, രാഹുൽ ഗാന്ധിയും വരും. പുൽവാമയിലൂടെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു പോലീസ് പോകാൻ പറ്റില്ല പറഞ്ഞു, തീവ്രവാദികളുടെ സ്ഥലമാണ്. ഞങ്ങൾ ആ പുൽവാമയുടെ ആ ഒരു തിരുവീതിയുള്ളിലാണ് നടന്നത്. എങ്കിൽ ആ തീവ്രവാദികൾ കാശ്മീരികളെ കൊല്ലുന്ന തീവ്രവാദികൾ ഞങ്ങളെ ആദ്യം. കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയും MP-യുമായ KC വേണുഗോപാലാണ് ദ ക്യൂ അഭിമുഖത്തിൽ. സ്വാഗതം. സമാനതകളില്ലാത്തതൊരു സർപ്രൈസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് കേരളത്തിൽ KC ഇത്തവണ മത്സരിക്കുന്നുള്ളതിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? എൻ്റെ സ്ഥാനങ്ങളോ എൻ്റെ പദവികളോ ഒന്നും നോക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല ഒരു കാലത്തും ഞാൻ നടത്തിയിട്ടില്ല, നടത്താനും പോയിട്ടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അങ്ങനെ ഒരു എൻ്റെ മത്സരം കൊണ്ട് ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടാക്കണം എന്ന് പറയുന്നത് അങ്ങനെ ലീഡർഷിപ്പ് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അത് പിന്നെ അത്തരമൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്നുള്ളതും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു വളരെ കോൺഫിഡൻറ്റോടുകൂടിയാണ് ഞാൻ പറയുന്നത് ഇവിടെ UDF-ന്റെ ഗവൺമെൻറ് ആയിരിക്കും മെയ്യിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മാറ്റർ ഓഫ് 3 monthsേ ഉള്ളൂ ഇതിനകത്ത്. അത് കഴിഞ്ഞാൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. അവിടെ എൻ്റെ സ്ഥാനാർത്ഥിത്വം വേണം, ഇതൊന്നും അവിടെ ഒരു പ്രശ്നമാവേണ്ട കാര്യമില്ല. അപ്പോൾ പാർട്ടി എന്ത് തീരുമാനിക്കുന്നു ആ തീരുമാനത്തിനപ്പുറത്ത് ഞാൻ ഒരിക്കലും പാർട്ടിയിൽ മുന്നോട്ട് പോകാറില്ല. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ മാറ്റുന്നു, അല്ലെങ്കിൽ അതിൻ്റെ തൊഴിൽ ദിനങ്ങളുടെ കാര്യത്തിൽ ഫണ്ടിൻ്റെ വെട്ടിക്കുറയ്ക്കലിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ പ്രതിരോധമോ അല്ലെങ്കിൽ പ്രതിപക്ഷം നിലനിൽക്കുള്ള പ്രതിരോധം പോലും ഫലവത്താവാത്ത രീതിയിലാണ് ആ കാര്യത്തിൽ ഭരണകൂടം പ്രവർത്തിച്ചത്. അതുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ടൊരു പ്രതിഷേധ സ്വഭാവത്തിലുള്ളൊന്നായിരുന്നു ഇവിടുത്തെ കേരളത്തിൽ സ്വന്തം മണ്ഡലത്തിലെ ആളുകളുമായിട്ടുള്ള തൊഴിലാളികളായിട്ടുള്ളൊരു സംഭാഷണം, ഒരു സാധാരണഗതിയിലുള്ള സംഭാഷണം. പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ 2 തലത്തിലാണ് വന്നത്. ഒന്ന് പിന്നെ KC വേണുഗോപാൽ അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ടാണ് എന്നുള്ളൊരു കോൺഗ്രസിൻ്റെ ഭാഗത്തുള്ള അണികളുടെ തന്നെ അതിൻ്റെ ഒരു വളരെ നാച്ചുറലായിട്ട് റിയാക്ട് ചെയ്തൊരു വീഡിയോ പുറത്തു വന്നു എന്നുള്ളത്. അതേസമയം തന്നെ അതിൻ്റെ ഒരു എതിർവാദമായിട്ട് ഇതിൻ്റെ ഒരു അഭിനയം, ഒരു റീലിന് വേണ്ടിയിട്ട് അഭിനയിക്കുന്ന ഒരു നേതാവ് എന്നുള്ളത് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്നുകൂടി കോൺഗ്രസിൻ്റെ ഇന്ന് ദേശീയ നിരയിലെ 2ാമത്തെ മുഖമായി മാറിയിട്ടുള്ള ഒരാളാണല്ലോ. ഇങ്ങനെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? എന്നുവെച്ചാൽ പലതരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണല്ലോ. ഈ ചോദ്യം ചോദിച്ചത് നന്നായി. BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അവർ ദേശീയ മുദ്രകളെ എല്ലാം ഇല്ലാതാക്കാനും നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള മഹത്തരമായ ബിംബങ്ങൾ തന്നെ തകർക്കാനുമുള്ള ബോധപൂർവമായ ശ്രമം. അതിന് കാരണമുണ്ട്, അവർക്ക് അതിനായ കാരണമുണ്ട്. അവർക്ക് കോൺട്രിബ്യൂഷൻ ഇല്ല അതിനകത്ത്. അവർക്ക് ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റിൽ അവർക്ക് പറയാനുള്ള ഒരു നേതാവുമില്ല, കോൺട്രിബ്യൂഷൻ ഇല്ല. അതുപോലെ തന്നെ സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ പുരോഗതിയിലും കാര്യമായിട്ടുള്ള ഇപ്പോഴത്തെ കുറച്ച് കാലഘട്ടം ഒഴിച്ചാൽ അവർക്ക് കോൺട്രിബ്യൂഷൻ ഇല്ല. അപ്പോൾ അവർക്ക് ആ പറയുന്നതെല്ലാം അവർ ചിന്തിക്കുന്നത് ഇത് കോൺഗ്രസിലേക്ക് ജനം ചിന്തിക്കാനുള്ള ഇടവരുത്തുമോ. അപ്പോൾ അത്തരം ഇടവരുത്തുന്ന ചിന്തകളെപ്പോലും ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന യഥാർത്ഥ ഫാസിസ്റ്റ് മുഖം തന്നെയാണ് അവർ ഓരോത്തിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഓരോ പേര് മാറ്റുന്നതും ഇതൊക്കെ ഇപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെതിരായിട്ടുള്ള ആക്രമണം നോക്കിയാലും മഹാത്മാഗാന്ധിക്കെതിരായുള്ള ആക്രമണം. പക്ഷെ ഞങ്ങൾ ഞെട്ടിപ്പോയത് ഈ ഒരു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞ ഈ പദ്ധതിയുടെ ഈ മാറ്റുന്ന ബില്ല് വന്നപ്പോഴാണ്. അവർ കുറേ കാര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ കാലങ്ങളായിട്ട്. പക്ഷേ ഗാന്ധിജിയുടെ പേര് മാറ്റും എന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. ഇത് ലോകം കണ്ട ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതിയാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ഇപ്പം ഞാൻ എല്ലാം 3 മാസം കൂടുമ്പോൾ ഞങ്ങൾ റിവ്യൂ ചെയ്യും ഈ തൊഴിലുറപ്പ് പദ്ധതികൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ. പിന്നെ അതിൽ റിവ്യൂ ചെയ്യും. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഒരു പഞ്ചായത്തിൽ, നമ്മളൊരു പഞ്ചായത്തിൽ, ഒരു കൊച്ചു പഞ്ചായത്തിൽ, ഇപ്പം ഉദാഹരണത്തിന് ഞാനും മനസ്സിലാക്കിയത് പട്ടണക്കാട് എന്ന് പറഞ്ഞാൽ എൻ്റെ മണ്ഡലത്തിലെ കൊച്ചു പഞ്ചായത്ത്, അതിൽ ഒരു വർഷം 10-14 കോടി രൂപ കൂലിയായിട്ട് മാത്രം തൊഴിലാളി കിട്ടുകയാണ്. 5 കൊല്ലം കൊണ്ട് 60 കോടി 70 കോടി കൂലിയായിട്ട് മാത്രം അടുത്ത തൊഴിലാളിക്ക് ഒരു കൊച്ചു പഞ്ചായത്ത് കിട്ടുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രാമീണ ജീവിതത്തിലെ പ്രയാസങ്ങളുള്ള തൊഴിലാളികൾക്കും ജനങ്ങൾക്കും ആശ്വാസം നൽകുന്ന ബൃഹത്തായിട്ടുള്ളൊരു തൊഴിലാളി പദ്ധതിയായിട്ടാണ് ഇതിനെ കൊണ്ടുവന്നത്. ഞാൻ ഈ ബില്ല് ഞങ്ങൾ ശക്തമായിട്ട് പോരാടിയതാണ്, പ്രതിപക്ഷം ഒറ്റയടക്കം പോരാടിയാണ്. പക്ഷെ അവർ ഉറച്ച നിലപാടെടുത്തു. ഞങ്ങൾ ആദ്യം പറഞ്ഞു അറ്റ്ലീസ്റ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കുക, അവിടെ ഒരു വിശദമായ ചർച്ച നടക്കട്ടെ, അപ്പോൾ ഇതിന് വേണ്ടത് ഭേദഗതി എടുത്തി നിങ്ങൾ ബില്ല് കൊണ്ടുവരാം. അതിനവർ തയ്യാറായില്ല. അപ്പോൾ അതിന് ശേഷമാണ്
ബില്ലിൽ വഴക്കുണ്ടായി, പ്രശ്നമുണ്ടായി, അവസാനം ബില്ല് അവർ പാസ്സാക്കി. നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ, തിരിച്ചു വരുന്ന ഇതാരും പറഞ്ഞതൊന്നുമില്ല. തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ അന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഈ ബില്ല് എങ്ങനെ അവരൊക്കെ അഫക്റ്റ് ചെയ്തതായിട്ട് ഫീൽ ചെയ്യുന്നു. ഒരു സ്പോട്ട് വിസിറ്റായിരുന്നു തോട്ടപ്പള്ളിയിൽ. അത് ഒരു സ്പോട്ട് വിസിറ്റായിരുന്നു. അവിടെ തൊഴിലാളികൾ പണിയെടുക്കുന്നത് വളരെ കുറച്ച്, ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മാറി വരുന്നതുകൊണ്ട് കുറച്ച് പഞ്ചായത്തിൽ മാത്രമേ ജോലി ഉള്ളായിരുന്നു. അപ്പോൾ അവിടെ പോകുമ്പോൾ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്, അവർ ഭക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു. ഇത് ഞാൻ ആദ്യം ചെയ്യുന്നതല്ല, ഇവർ ധരിച്ചിരിക്കുന്നത് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതാണെന്ന്. ആലപ്പുഴയിലത്തെ തൊഴിലുറപ്പ് തൊഴിലാളിയോട് ചോദിച്ചാൽ അറിയാം. ഞാൻ MP ആയിരുന്ന കാലഘട്ടത്തിലെല്ലാം അവരുടെ യോഗങ്ങൾ വിളിച്ചു കൂട്ടാറുണ്ട്, അവർ ചെയ്യുന്ന ഫീൽഡ് ചെയ്യുന്ന വർക്കുകൾ സൈറ്റുകളിൽ പോകാറുണ്ട്, അവർക്ക് കൂലി കിട്ടുന്നില്ലെങ്കിൽ അന്വേഷിക്കാറുണ്ട്, ആ അന്വേഷിക്കുന്ന കാര്യം പറയാറുണ്ട്. ഞാൻ മത്സ്യത്തൊഴിലാളികളുടെ മേഖലയിൽ പോയ മത്സ്യത്തൊഴിലാളികളുടെ കടപ്പുറത്ത് ഇരിക്കും, ഞാൻ അവരുമായിട്ട് ഒന്നിച്ചിരിക്കും, അവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കും. അതെൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അത് ഏതെങ്കിലും ക്യാമറയ്ക്ക് വേണ്ടിയിട്ടോ, അന്ന് ക്യാമറയിൽ വന്നിട്ടുണ്ടാവും, അത് നല്ല കാര്യമാണെന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം ഇത് ലോകം അറിയണമല്ലോ, തൊഴിലാളികൾക്ക് പ്രതിഷേധം ഉണ്ടെന്നും അവർക്ക് സങ്കടങ്ങൾ ഉണ്ടെന്നും ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നാൽ അത് അവർക്കും കൂടെ ബാധകമാക്കുന്ന നിയമമാണെന്ന് അവർ പുറത്തുനിന്ന് ലോകം അറിഞ്ഞത് ആ മൈക്കുള്ളതുകൊണ്ടാണ്. മൈക്കിന് വേണ്ടിയിട്ട് പോകുന്ന ആളല്ല ഞാൻ. ഇതിപ്പം എന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും പറയും, ആലപ്പുഴയിൽ ഇത് ആരോട് പറഞ്ഞാലും അവർക്കറിയാം. ഞാൻ എൻ്റെ രീതിയും എൻ്റെ ശൈലിയും അറിയുന്നവർക്ക് മുൻകാലത്തിലെ വീഡിയോ ഒക്കെ നോക്കിയാലും പത്ര റിപ്പോർട്ടുകൾ നോക്കിയാലും ഇതുപോലെ എത്രയോ സംഭവങ്ങൾ ഞാൻ ഉണ്ടാകാറുണ്ട്. ഒരു വീഡിയോ ഇല്ലാതെയും ഒരു മൈക്കും ഇല്ലാതെയും പോകാറുണ്ട്, ഉണ്ടായിട്ടും പോകാറുണ്ട്. ആഴക്കടൽ മത്സ്യബന്ധനം നടത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചു. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളാണ്. നിങ്ങൾക്കറിയോ, എനിക്ക് നീന്താൻ അറിയില്ല ശരിക്കും പറഞ്ഞാൽ, മത്സ്യം പിടിക്കാനും ഞാൻ പോയിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ അഴീക്കലിൽ മത്സ്യത്തൊഴിലാളികളുടെ കൂടെ ബോട്ടിൽ ഒരു ദിവസം മുഴുവൻ ആഴക്കടലിലേക്ക് പോയി മത്സ്യബന്ധനം നടത്താൻ. ആ ബോട്ടിൽ പോയിട്ട് അവരോടൊന്നിച്ച് മത്സ്യം പിടിക്കാൻ പോയി. അന്നാണ് എനിക്ക് മനസ്സിലായത് ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയും ദുരിതപൂർണ്ണമാണെന്ന് മനസ്സിലായത്. കാരണം വെച്ചാൽ കൂലി ഉറപ്പില്ലാത്ത ഒറ്റ തൊഴിൽ ഇന്ത്യ രാജ്യത്തുള്ളൂ, അത് മത്സ്യത്തൊഴിലാളിയുടെ ജോലിയാണ്. അന്ന് പോയിട്ട് ഞങ്ങൾക്ക് ആകെ കിട്ടിയത് 10 മത്തിയാണ് കിട്ടിയത്. 10 മത്തി ഒരു ദിവസം മുഴുവൻ ഈ 20 തൊഴിലാളികളും കൂടെ അളന്നിട്ട് മീൻ കിട്ടിയേയില്ല. അപ്പോൾ ഇത് അവരോട് ചോദിച്ചാൽ പറയും, ഇത് മിക്കവാറും ദിവസങ്ങൾ ഇതാണ്, ചിലപ്പോൾ മീൻ കിട്ടും, ചിലപ്പോൾ മീൻ കിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത് പുതിയ കാര്യമല്ല, അവരുടെ കൂടെ പോയിട്ടുണ്ട്, കടലിൽ പോയിട്ടുണ്ട്, ക്യാമറയും കൊണ്ടല്ല അന്നും പോയത്. അപ്പോൾ അതല്ലാതെ പിന്നെ എതിർക്കേണ്ടവർക്ക് എതിർക്കാം. ഞാൻ ഉന്നയിക്കുന്ന ആശയത്തോട് എതിർക്കുന്നുണ്ടോ? തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതും ഈ പദ്ധതി വെട്ടിക്കുറച്ചതും ശരിയാണെന്ന് ഈ എതിർത്തവർ അംഗീകരിക്കുന്നുണ്ടോ? ഇതല്ലേ ബേസിക്കലായ ചോദ്യം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണ് കേരളം ഇപ്പോൾ ഉള്ളതെന്നുള്ളൊരു ക്ലെയിം LDF മുന്നോട്ട് വെക്കുന്നുണ്ട്. നമ്പർ 1 എന്നുള്ള ക്ലെയിം ആയിരിക്കും സ്വാഭാവികമായിട്ടും പിണറായി സർക്കാർ 3-ാം ഊഴത്തിന് ഉപയോഗിക്കും. അല്ല, അതിപ്പം ഭരിക്കുന്ന സർക്കാർ ഏത് സർക്കാരിൽ എത്രമാത്രം അൺപോപ്പുലർ ആയാലും ആ അൺപോപ്പുലാരിറ്റിയെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള PR എക്സസൈസ് നടത്തും. അതിപ്പം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ PR എക്സസൈസ് അവരെ കൂടെ മുഖം കൂടുതൽ വികൃതമാക്കുകയുള്ളൂ, മുഖം മനോഹരമാക്കുകയില്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന വികസനങ്ങൾ, താങ്കൾ ഇവിടെ പറഞ്ഞ ദേശീയപാതയായാലും ഗെയിലായാലും അതുപോലുള്ള എല്ലാ പെൻഷൻ സ്കീമുകളായാലും എല്ലാം UDFൻ്റെ കാലത്ത് തുടങ്ങി വെച്ച കാര്യങ്ങളല്ലാതെ പിണറായി കൊണ്ടുവന്ന കാര്യമല്ല. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി ആലോചിച്ച് അപ്പോൾ ചില റെസിസ്റ്റൻസ് വന്നു. ദേശീയപാതയിൽ 2 ഭാഗത്തും താമസിക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള സങ്കടങ്ങൾ കൂടി കേൾക്കണമെന്ന്. ഉമ്മൻചാണ്ടിയെപ്പോലൊരു മാനുഷിക മുഖമുള്ള മുഖ്യമന്ത്രി ആയപ്പോൾ അവരുടെ സങ്കടങ്ങളോട് കേൾക്കാൻ തയ്യാറായി. എന്നിട്ടും അദ്ദേഹം ഉറച്ച തീരുമാനമായിരുന്നു ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി. പക്ഷേ പരാതികളില്ലാതെ, അപകടങ്ങളില്ലാതെ, സുരക്ഷിതത്വത്തോടുള്ള പദ്ധതിയായി മാറി. അതിൻ്റെ തുടർച്ചയാണ് ഇവർ നടത്തിയത്. ആ പദ്ധതിയുടെ ഗുണദോഷ വശങ്ങളെക്കുറിച്ച് ഇപ്പം കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും റോഡ് വേണ്ട എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. റോഡ് വേണം, റോഡ് പദ്ധതി വേണം, അതിന് പഴയതിൻ്റെ തുടർച്ചയാണ്. ഇത് തന്നെയാണ് ഗെയിൽ പൈപ്പിൻ്റെ കാര്യം. അതുപോലെ തന്നെ പെൻഷൻ പദ്ധതി ആദ്യം കൊണ്ടുവന്നത് ഇവരാണ്. ആർ ശങ്കറിൻ്റെ കാലത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് ഇത്രയൊരു ക്ഷേമ പെൻഷനുകൾ എന്നുള്ള ആശയം തന്നെ ഉണ്ടാകുന്നത്. പിന്നെ കേരളം പോലുള്ള സ്റ്റേറ്റിൽ കാലാകാലങ്ങളായി മാറി വരുന്ന സർക്കാരുകൾ കുറച്ച് പൈസ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതൊരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ജോലിയാണ്. അതൊരു സർക്കാരിൻ്റെ നേട്ടമാണെന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥമാണ്? ഏത് വലിയ പദ്ധതിയാണ് ഇവർ സ്വന്തമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മളിപ്പോൾ കൊച്ചിയിലായിരിക്കും. നെടുമ്പാശ്ശേരി എയർപോർട്ട് ആര് കൊണ്ടുവന്നതാണ്? അന്ന് എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? ഈ എയർപോർട്ട് സത്യത്തിൽ അവരുടെ പ്രതിഷേധത്തിന് നടുവിലുണ്ടാക്കിയ എയർപോർട്ടല്ലേ. ഇന്ന് ഇന്ത്യയിലത്തെ നമ്പർ 1 PPP മോഡലാണ്. ഈ കൊച്ചിയുടെ വികസനത്തിൽ ഏറ്റവും നിർണായകമായ നാഴികക്കല്ലെന്ന് പറയുന്നത് ഈ എയർപോർട്ടല്ലേ. നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, മെട്രോ, കണ്ണൂർ വിമാനത്താവളം, വിഴിഞ്ഞം പ്രോജക്റ്റ്,
ഇതെല്ലാം UDF-ൻ്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളല്ലേ. അപ്പോൾ അവരാണ് കൊണ്ടുവന്നത് എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥമുള്ളത്? അവരുടേതായിട്ടുള്ളൊരു പ്രോജക്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ. ഇതെല്ലാം കൊണ്ടുവന്നതും നടപ്പിലാക്കിയതും UDF അല്ലേ. അപ്പം ഭാവിയിലേക്ക് ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. കേരളത്തിൻ്റെ വികസനം നയത്തെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അഗ്രസീവായിട്ടുള്ള വികസന ഡെവലപ്മെൻറ്റുകൾ വരണം. ഒപ്പം വികസനം എന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനങ്ങളെ മുഴുവൻ സൈഡ് ലൈൻ ചെയ്തുകൊണ്ടുണ്ടാവേണ്ട വികസനമായിരിക്കരുത് എന്ന് നിങ്ങൾ. അപ്പോൾ അവരുടെയും കൂടെ വികാരങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് വികസന നയം ഉണ്ടാകും. പിന്നെ കേരളത്തിന് വേണ്ടുന്ന ഏറ്റവും വലിയ കേരളത്തിനുള്ള പ്രോജക്റ്റുകളേക്കാൾ കേരളത്തിന് വേണ്ടുന്നത് ഇപ്പോൾ കരുതലാണ്. പ്രോജക്റ്റുകൾ വേണ്ടാന്നല്ല, വേണം. ഇനിയും വികസന പ്രവർത്തനങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ജലഗതാഗതം പൂർണ്ണമായിട്ടും പിന്നെ കോട്ടപ്പുറം മുതൽ പിന്നെ വരെയുള്ള തിരുവനന്തപുരം വരെയുള്ള ജലഗതാഗതം ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ബൃഹത്തായ പദ്ധതി ഇടക്കിടക്ക് നിൽക്കുകയും നോക്കിക്കൊണ്ടിരിക്കുക. ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസം കിട്ടും ഈ റോഡിലൂടെ പോകുന്ന യാത്രക്കാർക്ക്. വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം പറയാം. നിങ്ങളെല്ലാം പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്നവരാണ്. നമ്മുടെ നാട്ടിൽ എത്ര ചെറുപ്പക്കാർ ഇപ്പം നാട്ടിലുണ്ട്? മുമ്പൊക്കെ നമ്മൾ പറയും ബ്രെയിൻ ഡ്രെയിനാണ്. ഇന്ന് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞ് മാത്രം അതിനെ വെക്കാൻ പറ്റില്ല. നമ്മുടെ വീടുകളിൽ കുട്ടികളില്ല. നമ്മൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ സത്യത്തിൽ അതിശയപ്പെട്ടു പോയി. പല വീടുകളിലും വിളിച്ചു നോക്കുമ്പോൾ അവിടെ വോട്ട് ചെയ്യാൻ നമ്മൾ വിളിച്ചു നോക്കുമ്പോൾ കുട്ടികളാരും ഇവിടെ സ്ഥലത്തില്ല. അച്ഛനും അമ്മയും മാത്രം. കുട്ടികളെല്ലാം വിദേശത്ത് പഠിക്കാൻ പോകും. പിന്നെ അവർ തിരിച്ചു വരുന്നത് തന്നെ വളരെ അപൂർവം. ഇവരെല്ലാവരും വിജയിക്കണമെന്നില്ല. അവരോട് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു കുട്ടികളുടെ ആയിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവരോട് ഇൻട്രാക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ മനസ്സിലുള്ള? അവർ പറഞ്ഞു, ഞങ്ങളുടെ മനസ്സിലുള്ള ആശങ്ക, ഞങ്ങൾക്ക് പഠിച്ചാലും ജോലി കിട്ടില്ല, കിട്ടിയാലും 15,000 രൂപ ശമ്പളമുള്ള ജോലി. MTech പാസ്സായ ഒരു കുട്ടിക്ക് കേരളം കൊടുക്കുന്നത് എത്ര ശമ്പളം? 15,000 20,000 രൂപ. അപ്പോൾ ഈ കുട്ടിക്ക് എങ്ങനെയാണ് ഒന്നാമത് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റേറ്റീവ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാനുള്ള സ്ഥാപനങ്ങൾ നമ്മൾ പലതും ഉണ്ടാക്കുന്നു എന്ന് പറയുന്നെങ്കിലും ആ സ്ഥാപനങ്ങൾ ചിലതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പല സ്ഥാപനങ്ങൾക്കും ആ ക്വാളിറ്റേറ്റീവ് എഡ്യൂക്കേഷൻ സിസ്റ്റമില്ല. അതിനൊരു പാരാമീറ്റർ ഇല്ല. എവിടെയാണ് ക്വാളിറ്റേറ്റീവ് നടക്കുന്നത്? അതിനൊരു UGCയുടെ പാറ്റേൺ തന്നെ മാറ്റാൻ കേന്ദ്ര ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് ഇതൊന്നും ചർച്ച ചെയ്യാൻ സമയമില്ല. എങ്ങനെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനാക്കും? അവിടെയൊക്കെ ഫൈറ്റാണ്. ഗവർണർ ചാൻസലർ ഫൈറ്റ്, സർക്കാരിൻ്റെയും ഗവർണറുടെയും ഫൈറ്റ്. അല്ല, കുട്ടികളുടെ കരിക്കുലം നന്നാക്കുന്നതിനെക്കുറിച്ചോ അവരുടെ എന്താണ് അവർ പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇനി പുതുതായിട്ട് ഇൻവോൾവ് ചെയ്യണമെന്നോ, പുതിയ സബ്ജക്റ്റുകൾ ഏറ്റവും വേൾഡ് ലെവലിൽ തന്നെ പുതിയ പുതിയ വിഷയങ്ങൾ പഠിക്കാൻ, അത് കുട്ടികൾക്ക് സ്വീകാര്യമുള്ള അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ പഠിക്കാനുള്ള പുതിയ പുതിയ സെലക്ഷൻ ഓഫ് സബ്ജക്ട്സ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ഇവിടെ യാതൊരു ചർച്ചയുമില്ല. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അവർക്ക്. അപ്പോൾ നമ്മൾ വിദേശത്ത് പോയാൽ അറിയാം. എന്താണ് പോയാൽ നമ്മൾ ഒരു ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ അവിടെ ആഹാരം വിളമ്പുന്നതിൽ 80% അവിടുത്തെ സ്റ്റുഡൻസ് ആയിരിക്കും. അവർക്കതൊരു പോക്കറ്റ് മണിയാണ്. അവർക്ക് അതിനൊരു നാണക്കേടുമില്ല. മാത്രമല്ല അവരൊരു ജോലിയുടെ ഒരു വലിയ പ്രൗഡ് മൂവ്മെൻ്റ് ആയിട്ടാണ് അവർ കാണുന്നത്. അവർക്ക് പോക്കറ്റ് മണി, പഠിക്കാനുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ആശ്രയിക്കേണ്ട കാര്യമില്ല. നമ്മൾ പഠനത്തോടൊപ്പം അവർക്ക് വരുമാനം ഉണ്ടാക്കുന്ന കാര്യം കൂടി ചിന്തിച്ചാൽ മാത്രമേ വരും കാലത്ത് നമ്മുടെ കുട്ടികളെ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. കോൺഗ്രസിൻ്റെ സുവർണകാലത്തല്ല ഇത്രയും നിർണായക പദവിയിലെത്തുന്നത്. അത് മോദിയുടെ സമഗ്രാധിപത്യ കാലത്താണ്. അവിടെ 3 ACC അധ്യക്ഷന്മാരെ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു, സോണിയാഗാന്ധി തിരിച്ചു വരുന്നു, അതിനുശേഷം മല്ലികാർജ്ജുന ഖാർഗെ എന്നുള്ളത്. അവിടെയെല്ലാം ഈ അനുനയത്തിൻ്റെ കാര്യം വരുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ഒരു സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം വരുന്ന സമയത്തും അവിടെ ഒരു നിർണായക സാന്നിധ്യമായിട്ട്, അത് രാജസ്ഥാനിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും ഇവിടെ കർണാടകയിലാണെങ്കിലും KCയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ഒരു 3 ദേശീയ അധ്യക്ഷന്മാർക്കൊപ്പമുള്ളൊരു പ്രവർത്തനം എന്നുള്ളത്? എങ്ങനെയാണ് ഈ ഒരു ഏറ്റവും സുപ്രധാന പദവിയിലായിരുന്നല്ലോ ഈ കാലഘട്ടങ്ങളിൽ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധാരണ KSU പ്രവർത്തകനായിട്ട് തുടങ്ങിയതാണ്. 13ാമത്തെ വയസ്സിൽ മാധവമംഗലം ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ് ലീഡറായിട്ട് KSU സ്ഥാനാർത്ഥിയായിട്ട് അന്ന് ക്ലാസ്സിൽ പോലും പൊളിറ്റിക്കൽ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ മത്സരിച്ച് തുടങ്ങിയത്. മാധവമംഗലം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. അടുത്ത ഗ്രാമം. അവിടെ നിന്ന് വന്ന ആളാണ്. ഈ പദവികളെല്ലാം പടിപടിയായി പിന്നെ കോളേജിൽ മത്സരിച്ചു, കോളേജിൽ കൗൺസിലറായി, KSU ജില്ലാ സെക്രട്ടറിയായി, KSU സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റായി, ട്രഷററായി. പിന്നെ അങ്ങനെ വന്ന് തിരഞ്ഞെടുപ്പുണ്ടായപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട KSU പ്രസിഡൻ്റായി, പിന്നെ യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡൻ്റായി, MLA ആയി,
MP ആയി മത്സരിച്ചു, ചെറിയ വോട്ടിന് തോറ്റു. പിന്നെ MLA ആയി, തുടർച്ചയായി 2-3 തവണ MLA ആയി. ഇങ്ങനെ ഒരുപാട് സംഘടനാ പദവികൾ കയറുന്നതിനിടയിലാണ് ഞാൻ ഒരിക്കലും ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുമെന്ന് മനസ്സിൽ കൊണ്ട് ആഗ്രഹിച്ചിട്ടുമില്ല, പോകുമെന്ന് വിചാരിച്ചിട്ടുമില്ല. കാരണം എൻ്റെ ആദ്യമായിട്ട് രാഷ്ട്രീയത്തിൽ തന്നെ വരുമെന്നുള്ളത് ഞാൻ നന്നായിട്ട് കുറച്ചൊക്കെ പഠിക്കുമായിരുന്നു പഠിക്കുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ അവിടെ തന്നെ ഒരു ജോലിയൊക്കെ കിട്ടി പോകുന്നുള്ളതായിരുന്നു. ആ രക്ഷകർത്താക്കളെ ആഗ്രഹം അതായിരുന്നു, ഒരു ജോലിയൊക്കെ വേണ്ടി. പിന്നെ അത് നിമിത്തമായിട്ട് ഇങ്ങനെ വന്നു കോളേജ് മനസ്സ്. ഇത് കഴിഞ്ഞ് കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിചാരിതമായിട്ട് പാർട്ടി എന്നെ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ചത് 2009. ഞാൻ കേരള നിയമസഭ അംഗമായിരിക്കുമ്പോഴാണ്. ആലപ്പുഴ MLA ആയിട്ട് വളരെ നന്നായിട്ട് അവിടുത്തെ പിന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ പാർട്ടി. എൻ്റെ ചോയ്സ് അല്ലായിരുന്നു ഞാൻ പാർലമെൻറ്റിൽ മത്സരിക്കാൻ. അത് പാർട്ടി എന്നോട് പറഞ്ഞിട്ടാണ് 2009 വീണ്ടും മത്സരിക്കണം ആ പാർലമെൻറ്റിൽ നിന്ന്. ഞാനിതുവരെ പറയാത്തൊരു കാര്യമാണ് ഇതൊക്കെ. ഞാൻ പാർട്ടി പറഞ്ഞ് മത്സരിക്കാൻ പറഞ്ഞു. ഞാൻ പക്ഷേ എൻ്റെ മാനസികമായിട്ട് ഞാൻ പ്രിപ്പയർഡേ അല്ലായിരുന്നു പാർലമെൻറ്റിൽ മത്സരിക്കാൻ. ഞാൻ അസംബ്ലിയിൽ തന്നെ നിൽക്കാനായിരുന്നു. അവിടെ ആലപ്പുഴ തന്നെ എൻ്റെ ചെറിയൊരു മണ്ഡലമായിരുന്നു, ആലപ്പുഴ മുനിസിപ്പാലിറ്റി ഉള്ളത്. അവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ മതി എന്ന് പറഞ്ഞപ്പോൾ അല്ല പാർട്ടി പറഞ്ഞു. അപ്പോൾ പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ചു. അത് കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞ് അന്ന് മത്സരിച്ചു. UPA ഗവൺമെൻറ്റായി ജയിച്ചു വന്ന് പിന്നീട് എനിക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോൾ മന്ത്രിയാകാൻ MOS പിന്നെ പവറിലും സിവിൽ ഏവിയേഷനിലും പ്രവർത്തിക്കാൻ അവസരം കിട്ടി. അത് പാർട്ടിയുടെ ലീഡർഷിപ്പ് തീരുമാനിച്ചു വന്നതാണ്. അത് കഴിഞ്ഞ് 2014 വീണ്ടും ഞാൻ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് ജയിച്ചു. എന്നെ പാർട്ടിയുടെ അന്നത്തെ ഒരു പത്രത്തിൽ വിപ്പായിരുന്നു ഞാനന്ന്. ഞങ്ങൾ 44 പേരെ ഉണ്ടായിരുന്നുള്ളൂ അന്ന്, 44. കോൺഗ്രസിൻ്റെ ഏറ്റവും ദയനീയമായ പരാജയമാണെന്നുണ്ടായിരുന്നു ദേശീയ രാഷ്ട്രീയം. അന്ന് പാർട്ടി വിപ്പായിരുന്നു. അത് പാർലമെൻറ്റിലെ പ്രവർത്തനങ്ങളിൽ 44 MPമാരും അന്ന് മോഡിയുടെ ഈ പറയുന്ന പുതിയ ആവേശത്തിൽ അവരുണ്ടാക്കുന്ന, പക്ഷേ 44 MPമാരെയും ഫലപ്രദമായി നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി. അന്നത്തെ കാലത്തെ പാർലമെൻറ്റ് ചരിത്രം എടുത്ത് നോക്കിയാൽ എല്ലാ ദിവസവും സംഘർഷഭരിതമായിരുന്നു പാർലമെൻറ്റ്. ശക്തമായ പോരാട്ടമായിരുന്നു പ്രതിപക്ഷം. 44 പേര് വെച്ചാണ് നടത്തിയത്. അപ്പോൾ രാഹുൽജിയോട് എനിക്ക് മുൻപും ബന്ധങ്ങളുണ്ട്, ഒരുപാട് ബന്ധങ്ങളുണ്ട്, എടുക്കാറുണ്ട് ബന്ധം. പക്ഷേ എന്നെ അടുത്ത് അവരെ അറിയപ്പെടുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. പറയുന്ന അഹങ്കാരമാണെന്ന് എനിക്കറിയില്ല. ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ മനസ്സ് താല്പര്യപ്പെട്ടിട്ടാൽ എന്നെ AICC ജനറൽ സെക്രട്ടറി ആക്കണമെന്ന് ലീഡർഷിപ്പ് പറഞ്ഞപ്പോൾ അത് എനിക്ക് എൻ്റെ മണ്ഡലത്തിൽ പ്രവർത്തിച്ചാലും എനിക്ക് സന്തോഷമാണ് എന്ന് ചിന്താഗതി ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പാർട്ടി പറയുന്നതാണ് അന്തിമമായിട്ട് എല്ലാ കാലത്തും നമ്മളെല്ലാം സ്വീകരിക്കേണ്ടത്. അപ്പോൾ അന്ന് പാർട്ടി AICC ജനറൽ സെക്രട്ടറി ഞാൻ പറഞ്ഞു. ജനറൽ സെക്രട്ടറി ആയി. കർണാടകത്തിൻ്റെ ചുമതലയായിരുന്നു ആദ്യം. പിന്നീട് ഇതുപോലൊരു ദിവസം ഒരു ഫോൺ കോളാണ്, താങ്കൾക്ക് ചെറിയ പ്രൊമോഷനാണ്, ജനറൽ സെക്രട്ടറി ഓർഗനൈസേഷനാണെന്ന്. അങ്ങനെ ഒരു സത്യത്തിൽ എനിക്ക് ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ ചുറ്റുപാടിൽ നിന്നും ഈ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയ ഒരാൾക്ക് ഇതെല്ലാം കവർ ചെയ്യാൻ പറ്റുമോ, എന്തെല്ലാം പരിമിതികളുണ്ട് എനിക്ക്, എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്, പാർട്ടി ലീഡർഷിപ്പ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം കഴിയാവുന്ന രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു. എല്ലാം പൂർണ്ണമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പരാജയങ്ങളുണ്ടാകും. ഇപ്പോഴത്താണ് നല്ല കാലത്തുള്ള താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രത്തിലെ ഗവൺമെൻറ് 10-15 സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ കൺട്രോള്, എല്ലാം സർവാധിപത്യം. ഇന്നിപ്പം മോഡി ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആധിപത്യം കോൺഗ്രസ് ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളൊരു സ്വിച്ച് അമർത്തിയാൽ ബെല്ലമർത്തിയാൽ എല്ലാം നടക്കും. ഇന്ന് അതല്ല. ഇന്ന് ഏജൻസികൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ED, CBI, എല്ലാ ഏജൻസികളും മോഡിക്കെതിരെ ആര് പറയുന്നവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ രാഷ്ട്രീയപ്പെടുത്തുന്ന പറഞ്ഞാൽ ഇത്രയേറെ സംഘർഷഭരിതവും ത്യാഗപൂർണ്ണമായ ഒരു കാലഘട്ടം വേറെ ഉണ്ടാവും. സ്വാതന്ത്ര്യ സമര കാലഘട്ടം വേറെയാണ്. അത് കഴിഞ്ഞൊരു ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് ഇത്രയേറെ ടാർഗറ്റഡായിട്ട് ഓപ്പോസിഷനെ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ്റും ഭരണകൂടം മുമ്പുണ്ടായിട്ടില്ല. അപ്പോൾ അതിനിടയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ പാർട്ടി ലീഡർഷിപ്പിൻ്റെ ശക്തമായ പിന്തുണയുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അത് നിർവഹിക്കാൻ പറ്റുന്നുണ്ട്, അത് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു പാർട്ടിയിൽ? ഞങ്ങളെ ഇല്ലാതാവുന്നായിരുന്നു 2014. ഞങ്ങളുടെ എല്ലാ ഇലക്ഷനും സ്റ്റേറ്റ് ഇലക്ഷനിലൊക്കെ തോറ്റുകൊണ്ടിരിക്കുന്നു. പാർലമെൻറ്റ് ഇലക്ഷൻ സ്ഥാനാർത്ഥികളാവാൻ പോലും പലയിടത്തും ആളില്ല. കോൺഗ്രസ് നിന്നാൽ തോറ്റുപോകും. ഞങ്ങളുടെ ഫണ്ട് മരവിപ്പിച്ചു. ആകെ ഉണ്ടായിരുന്ന ഫണ്ട് ഉണ്ടായിരുന്നു, കുറച്ച് ഫണ്ട് അതെടുത്ത് മരവിപ്പിച്ചു ഇലക്ഷന് തൊട്ട് മുമ്പ്. എങ്ങനെ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് കാശ് കൊടുക്കുന്നു ഞങ്ങൾക്കറിയില്ല. അത്യാവശ്യം ചെറിയ കാശ് പോലും കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. അതിനെ വല്ലാത്തൊരു ഉണ്ടായ കാലഘട്ടത്തിലാണ് പൂർണ്ണമായും തിരിച്ചു വരുമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ തിരിച്ചു വരവിൻ്റെ യഥാർത്ഥ സൂചനകൾ ജനങ്ങൾ കാണിച്ചു കൊടുത്തത്. അന്ന് യഥാർത്ഥ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ആയിരുന്നുവെങ്കിൽ ഇവിടെ ഇന്ത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഉണ്ടാവുമായിരുന്നു. പിന്നെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെയും കൂട്ടിക്കൊണ്ടുവരാനും പഠിക്കാനും ഒക്കെ തന്നെ ലീഡർഷിപ്പിൻ്റെ നിർദ്ദേശമനുസരിച്ച് ചെറിയ പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ചെറിയ കാര്യമായിട്ട് തോന്നുന്നില്ല. ഇതിനൊക്കെ ഇടയിൽ അത് ഒരു മലയാളി എന്ന നിലയിൽ
KSU കാലഘട്ടത്തിലെ മുഴുവൻ അനുഭവങ്ങൾ, കോളേജുകളിൽ ഇലക്ഷൻ മത്സരിച്ചത്, നിയമസഭയിൽ മത്സരിച്ചത്, പാർലമെൻറ്റിൽ മത്സരിച്ചത്, ഇവിടുത്തെ രാഷ്ട്രീയമായിട്ടൊക്കെ ചുറ്റിപ്പടിഞ്ഞ് നിൽക്കുന്നതൊക്കെ തന്നെ അനുഭവമായിട്ട് മുന്നിലുണ്ട്. അതിൻ്റെ ഒരു കരുത്തുണ്ട്. പിന്നെ നേതാക്കന്മാർ എന്തൊക്കെ പറഞ്ഞാലും അവരുടേതൊക്കെ അഡ്വൈസ് ഉണ്ട്. അങ്ങനെ ആ അഡ്വൈസിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ അപാകതകൾ വരും. ചിലപ്പോൾ അതായിരിക്കും ഹൈലൈറ്റ് ചെയ്യപ്പെടുക. ഈ 2019 ഈ പറഞ്ഞ സംഘടനാ സെക്രട്ടറി ആയ സമയത്ത് കോൺഗ്രസ് സംഘടനാ തലത്തിൽ തന്നെ ഏറ്റവും മോശമായ 44 അമ്പേമാർ 2024 എത്തുമ്പോഴേക്ക് 100-ലേക്ക് എത്തുന്നു. ഒരുപക്ഷെ നമുക്കൊരു മിസ്ഡ് ലാസ്റ്റ് ബസ് പോലെ ഒന്നുകൂടി പ്രയത്നിച്ചെങ്കിൽ, ഒന്നുകൂടി ഉത്സാഹിച്ചെങ്കിൽ ഇവർക്ക് ഭരണം കിട്ടുമായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ഭരണമാറ്റത്തിന് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ലെന്ന് തോന്നുന്ന. അല്ല, ജനം ഭരണമാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തതായിരുന്നു. അതായത് TDPയെയും അന്ന് ജനതാദൾ ഈ നമ്മുടെ ഇന്ത്യ മുന്നണി തുടങ്ങുമ്പോൾ JDU ഞങ്ങളുടെ കൂടെയുണ്ട്, നിതീഷ് കുമാർ ഞങ്ങളുടെ കൂടെയുണ്ട്. അത് ചെറിയ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കോൺഗ്രസുമായിട്ടല്ല, മറ്റ് 2 പാർട്ടികൾ തമ്മിലുള്ള ഇതിൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. ഒരു പരിധി വിട്ട് പോയപ്പോഴാണ് നിതീഷ് കുമാർ പെട്ടെന്ന് ഇത് മാറിയത്. നിതീഷ് കുമാർ മാറിയില്ലായിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണിയായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ മാറിയേനെ. അപ്പോൾ അതിൽ അതിനകത്തൊക്കെ ഒരു നിർണായകമായ ഒരു പ്രവർത്തനം പങ്ക് വഹിച്ചത് ഭാരത് ജോഡോ യാത്രയാണ്. അതിലേക്ക് എന്നാൽ പോലും കേസിക്ക് ഈ ഒരു സാധനം ഈ 100 സീറ്റിലേക്ക് എത്തി, അല്ലെങ്കിൽ ഒരു ഭരണത്തിലേക്ക്, ഈ ഇത്രയും വലിയൊരു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസിനെ പോലുള്ള ഇത്രയും പാരമ്പര്യ പാർട്ടിയെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസരം, അതിലൊരു നഷ്ടബോധമൊക്കെ ഒരു സംഘടനാ തലത്തിൽ തോന്നി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും ഇപ്പോഴും ഉണ്ട്. ചെറുതായിരിക്കാം വലുതായിരിക്കാം, പക്ഷേ എല്ലാ ഗ്രാമങ്ങളിലുമുള്ള ഏക പാർട്ടി, എല്ലായിടത്തും വേരുള്ള ഏക പാർട്ടി കോൺഗ്രസ്സാണ് ഇപ്പോഴും, BJPയേക്കാളേറെ. അത് BJP നേതാക്കന്മാർ തന്നെ സമ്മതിക്കുന്നതാണ്. ഞങ്ങൾക്കുള്ള ഒരു പ്രതിസന്ധി എന്താണ്? ഇപ്പം ഒരു ഭാഗത്ത് കംപ്ലീറ്റ് പോളറൈസേഷന് വേണ്ടി നിൽക്കുന്ന സർക്കാരാണ്. എന്ത് പറയും, ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയിട്ട് പോലും അവർ വ്യത്യസ്തമായിട്ടുള്ള പേര് കൊണ്ടുവന്ന് അത് അവസാനം G-റാമിൽ ഘടിപ്പിച്ചിട്ട് ഒരു പദ്ധതിയാക്കി മാറ്റുക. ഇത് ഹിന്ദുവിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ചെയ്യുന്നത്. ഹിന്ദുവിനോട് അവർക്ക് സ്നേഹവുമില്ല. നമ്മളെല്ലാം വിശ്വാസികളാണ്. എല്ലാ മതങ്ങളോടും പരസ്പരം ബഹുമാനിക്കാനാണ് ഹിന്ദു മതവും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് പരസ്പരം മതവൈരമുണ്ടാക്കുക, ജനങ്ങളെ തമ്മിലടിപ്പിക്കുക. ഹിന്ദുവിൻ്റെ മനസ്സിനകത്തേക്ക് മുസൽമാനെതിരായിട്ടുള്ള ദ്വേഷ ചിന്തകൾ മാത്രം കുത്തിച്ചെലുത്തുക, ക്രൈസ്തവരുടെ ഇടയിലേക്ക് അത് ചെത്തിച്ചെലുത്തുക. അവരോട് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? ഇപ്പോൾ ക്രൈസ്തവർക്ക് വേണ്ടി പറയുന്നു പറഞ്ഞാൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആക്രമണം എവിടെയാണ്? ക്രിസ്മസിൻ്റെ ഈ കാലഘട്ടത്തിൽ ഇന്നലെ നാഗ്പൂരിൽ അച്ഛനെതിരെ ഉണ്ടായ ആക്രമണം നിങ്ങൾ കണ്ടില്ല, കേസെടുത്തത്. അപ്പം ഇത് ഒരു ഡിസൈനാണ് അവരുടെ. സാധാരണഗതിയിൽ ഇലക്ഷൻ നടത്തിയാൽ അവർക്ക് ജയിക്കാൻ പറ്റില്ല. രൂക്ഷമായ തൊഴിലില്ലായ്മയുണ്ട്, വിലക്കയറ്റമുണ്ട്, ജനങ്ങൾക്ക് പ്രാരബ്ധമുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഒരു സർക്കാരിനെ വിലയിരുത്തപ്പെടുക ഈ വിഷയങ്ങളിലാണ്. ആ വിഷയങ്ങളിൽ വിലയിരുത്തപ്പെടുമ്പോഴാണ് ഒരു ഗവേണൻസിൻ്റെ രീതിയിലേക്ക് ജനം പോവുക. ജനം അതാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. അതാണ് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുണ്ടായത്. എത്ര പറയുക, നിങ്ങൾ രാജസ്ഥാനിലെ പ്രൈം മിനിസ്റ്റർ പ്രസംഗം കേട്ടില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പ്രസംഗിച്ചു. നിങ്ങളെ മംഗല്യ സൂത്രം പോലും അടിച്ചുകൊണ്ട് പോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് പ്രൈം മിനിസ്റ്റർ പ്രസംഗിച്ചത്. തനി വർഗീയത പറയുക. ഈ തനി വർഗീയത പറയുന്നവർക്ക് ഹിന്ദുവിനോടുള്ള സ്നേഹമാണെന്ന് അവർ ധരിക്കുന്നത് മാത്രമാണ്. അല്ല, അവർക്ക് തിരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള ഒരു ആയുധമാണ് ഹിന്ദു വർഗീയത എന്ന് പറയുന്നത്. ഈ ഭാരത് ജോഡോ അത്തരത്തിലൊരു വലിയൊരു തിരിച്ചറിവ് ഉണ്ടാക്കിയിട്ടില്ല. കാരണം വെച്ചാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സമാനതകളില്ലാത്ത ഒരു ആലോചനയാണ് ഭാരത് ജോഡോ എന്ന് തോന്നുന്നുണ്ട്. അതിന് ചുക്കാൻ പിടിച്ച, അതിന് കൂടെ രാഹുൽ ഗാന്ധിക്കൊപ്പം ഇന്ത്യയിലുടനീളം യാത്ര ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി എന്നുള്ള രാഷ്ട്രീയ നേതാവിന് പോലും ഒരു പുതിയ പ്രതിച്ഛായ സൃഷ്ടിക്കുന്ന രീതിയിൽ അത് മാറിയിട്ടുണ്ടായിരുന്നു. ഈ ഭാരത് ജോഡോ യാത്ര നൽകിയൊരു ഉള്ളറിവ്, അതെന്തായിരുന്നു അതിൻ്റെ ഒരു ടേക്ക് അവേ? അല്ല, അത് രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ മാറ്റിയതല്ല. രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ പ്രതിച്ഛായ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയത് ആ യാത്രയിലൂടെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഭാരത് ജോഡോ യാത്ര നമ്മൾ ഉദയ്പൂർ ചിന്തൻ ശിവറിൽ വെച്ചിട്ടാണ് ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ഭാരത് ജോഡോ യാത്ര കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു യാത്ര നടത്തണം. അതിൻ്റെ ഫോമാറ്റൊന്നും ഞങ്ങൾ അന്നേരം തീരുമാനിച്ചിട്ടില്ല. ഒരു യാത്ര നടത്തണമെന്ന് തീരുമാനിച്ചു. പിന്നെ ആലോചിച്ചപ്പോൾ ഈ യാത്ര എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്ന യാത്രയാക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുക. എന്താണ് ഇന്ത്യ എന്ന് യഥാർത്ഥത്തിൽ കണ്ടറിഞ്ഞ്, മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരം നടത്തിയത് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് കണ്ടറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യയെ കണ്ടറിയാനുള്ള അത് കാൽനടയോടെ മാത്രമേ നടക്കൂ. 4200 കിലോമീറ്റർ ഇന്ത്യയിൽ ആരും അത് നടത്തിയിട്ടില്ല ഇതുവരെ.
ചന്ദ്രശേഖരൻ നടത്തിയിട്ടുണ്ട്, മഹാത്മാഗാന്ധി നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും 4200 കിലോമീറ്റർ യാത്ര കന്യാകുമാരി ടു കാശ്മീർ ലെങ്ത്തിലൊരു യാത്ര കണ്ടിന്യൂസ് ആയിട്ട് ആരും നടത്തിയിട്ടില്ല. ഞങ്ങളുടെ മുമ്പിലുള്ള പരീക്ഷണമാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൂടെ പോകണം. കേരളം, കർണാടക, തമിഴ്നാട്, പിന്നെ തെലുങ്കാന, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഹിന്ദി ബെൽറ്റ്, ഹരിയാന, ഡൽഹി, UP, ഈ പറയുന്ന അവിടെ ഒന്നും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ഫലവത്തായ സംവിധാനമല്ല. ഞങ്ങളെപ്പോലുള്ള ഞങ്ങളുടെ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി പോകുമ്പോൾ ഈ യാത്ര എത്ര ഗംഭീരമാകുന്നതിനെ കുറിച്ചിട്ട് ഞങ്ങളുടെ പാർട്ടിയിൽ പോലും ആർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അതിന് ഈ യാത്ര വിജയിക്കൂ. ഞങ്ങളുടെ ഇവിടെ താങ്കൾക്ക് ഓർമ്മയുണ്ടോ അറിയില്ല, ഇവിടെ കേരളത്തിൽ പറഞ്ഞുകൊണ്ട് നടന്നത് കേരളത്തിൽ ഇത് ജയിക്കും, കേരളം കഴിഞ്ഞാൽ ഈ ജാഥ അവസാനിക്കുന്നതായിരുന്നു അന്നത്തെ. ഇത് കേരള ബോർഡർ കഴിഞ്ഞാൽ ഈ യാത്ര തീരുന്നായിരുന്നു അന്നത്തെ. ഞങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് വരട്ടെ എന്ന് തീരുമാനിച്ച് യാത്ര ചെയ്തു. അവിടെയാണ് ഞാൻ രാഹുൽ ഗാന്ധിയുടെ നിശ്ചയം നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഞങ്ങൾക്ക് കുറച്ച് ദിവസമേ കിട്ടിയിട്ടുള്ളൂ. നല്ലൊരു സെറ്റപ്പ് ടീമുണ്ടായി. അതൊന്നും പണ്ടേ യാത്ര നടത്തി പരിചയമുള്ളവരൊന്നുമല്ല. പക്ഷേ ഇറങ്ങി ഒരു പരീക്ഷണമായിട്ട് ഏറ്റെടുത്ത് ഇറങ്ങി കന്യാകുമാരി എനിക്ക് എന്നെക്കുറിച്ച് പോലും ഒരു കോൺഫിഡൻസ് വന്ന കാലമായിരുന്നു. എനിക്ക് വിചാരിക്കാൻ പറ്റില്ല ഈ 4000 കിലോമീറ്ററിൽ ഏതായാലും 13,500 കിലോമീറ്റർ ഞാൻ നടന്നിട്ടുണ്ട്. അല്ലാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ യാത്ര ചെയ്ത് മുൻകൂട്ടി യോഗങ്ങൾ നടത്തി യാത്രയുടെ ക്രമീകരണം പോലെ യോഗങ്ങൾ നടത്തേണ്ടി വരും. ഫുൾ ടൈം യാത്രയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ. പക്ഷേ അതൊരു വലിയ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം, ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം ഏതെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്. ആ യാത്രയുടെ ഭാഗമാകാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഓരോ ചൂടുകാലം ഉണ്ടായിരുന്നു, തണുപ്പ്. അവസാനം മഞ്ഞ് പെയ്യുന്ന കാശ്മീരിലാണോ ആ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് തലേന്ന് രാത്രി ഞങ്ങൾ എത്തുമ്പോൾ അവിടെ ഒരു പരിപാടി പോലും നടത്താൻ പറ്റില്ല ആർക്കും. അത്രയേറെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു. രാഹുൽജി പറഞ്ഞു ക്യാൻസൽ ചെയ്യേണ്ട, നമ്മൾ നടത്തും. അങ്ങനെ ആ മഞ്ഞ് പെയ്യുന്ന അതാണ് ഏറ്റവും ഉജ്ജ്വലമായി മാറിയത്. ആ മഞ്ഞ് പുൽവാമയിലൂടെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു പോലീസ് പോകാൻ പറ്റില്ല പറഞ്ഞു, തീവ്രവാദികളുടെ സ്ഥലമാണ്. ഞങ്ങൾ ആ പുൽവാമയുടെ ആ ഒരു തെരുവിനുള്ളിലാണ് നടന്നത്. എങ്കിൽ ആ തീവ്രവാദികൾ കാശ്മീരികളെ കൊല്ലുന്ന തീവ്രവാദികൾ ഞങ്ങളെ ആദ്യം കൊല്ലും. അത്രയൊരു ധീരമായ ഒരു പദ്ധതി പരിപാടി ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നടത്തി. പക്ഷേ അന്ന് കുറച്ച് പേർ പ്രശംസിച്ചു. ഈ രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തുന്നവരാരും 4200 കിലോമീറ്റർ യാത്ര ചെയ്ത് ചെറുപ്പക്കാരൻ്റെ വിഷയങ്ങൾ, അൺഎംപ്ലോയ്മെൻറ്റ്, വിലക്കയറ്റം, സ്ത്രീ സുരക്ഷ, ഈ പറയുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയുടെ ജനങ്ങളുടെ പ്രശ്നങ്ങളാക്കി കൊണ്ടുനടന്നതായിരുന്നു. ആ പ്രശ്നങ്ങളായിരുന്നു ആ യാത്രയിലുടനീളം. ഒരു പുതിയ സ്ലോഗൻ ആ യാത്ര നമുക്ക് തന്നു, വിദ്വേഷത്തിൻ്റെ കമ്പോളത്ത് സ്നേഹത്തിൻ്റെ കട തുറക്കാൻ. അത് ഇന്ത്യ ഏറ്റെടുത്ത ഒരു ഇതായിട്ട് മാറി. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നൊരു നേതാവിൽ എത്രത്തോളം രാജ്യത്തിന് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റും? എൻ്റെ വിശ്വാസം അത് നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ഉള്ളിലും അവർക്കറിയാം. അതുകൊണ്ടാണല്ലോ നെഗറ്റിവിറ്റി കായുള്ള മാവിലെ കല്ലെറിയുള്ളൂ. അത് അല്ലെങ്കിൽ ഇതിനാ രാഹുൽ ഗാന്ധി എത്രയും മോശമാണെങ്കിൽ എത്രയും അറ്റാക്ക് രാഹുൽ ഗാന്ധിക്കെതിരെ അവർ ഇഗ്നോർ ചെയ്യല്ലേ ചെയ്യുള്ളൂ. BJPയും സംഘപരിവാറിൻ്റെയും 1 പോയിൻ്റ് അറ്റാക്ക് പേഴ്സണായിട്ട് മാറുന്നത് ആരാണ്? ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് ആ പ്രതീക്ഷയുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് എനിക്ക് നിരാശയില്ല കാര്യത്തിൽ. ആ പ്രതീക്ഷയുള്ള കാലത്തേക്ക് കോൺഗ്രസും വരും, രാഹുൽ ഗാന്ധിയും വരും. രാഹുൽ ഗാന്ധിക്ക് രാജ്യത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുമുണ്ട്. ആ കാഴ്ചപ്പാട് ഇതുവരെ ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. അത് അവർക്ക് വേണ്ടിയിട്ടുള്ള പൂർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, കറപ്ഷനെതിരായിട്ടുള്ള, ജനങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അവർക്ക് കിട്ടാൻ അർഹതപ്പെട്ടതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇച്ഛാശക്തിയോടുള്ള ഒരു ഗവൺമെൻറ് നയിക്കാൻ കഴിയുന്ന ഒരാളായിട്ടായിരിക്കും അദ്ദേഹം വരുന്നത്. അതിന് സംശയം വേണ്ട. അപ്പോൾ അതിൻ്റെ കാലം വരും. ഇന്ത്യയിലെ ജനങ്ങൾ അത് തിരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് നാഷണൽ ഹെറാൾഡിൻ്റെ കേസ് വന്ന സമയത്തെ കുറച്ചുകൂടി വൈകാരികമായിട്ടും ഒരു വൈയക്തികമായിട്ടുള്ള ഒരു അടുപ്പം എന്തായാലും കേസിയായിട്ട് നിലനിർത്തുന്നുണ്ടല്ലോ. ഇപ്പം നാഷണൽ ഹെറാൾഡ് കേസിൽ ഞാൻ ജയിലിൽ അടക്കപ്പെടുകയാണെങ്കിൽ ആശുപത്രിയിൽ ഈ ഘട്ടത്തിൽ കിടക്കുന്ന അമ്മ അറിയരുത് എന്ന് കേസിയോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ഒരുപക്ഷെ അങ്ങനെ ഒരു കുറച്ചുകൂടി ഒരു എല്ലാതരം വൾണറബിലിറ്റി, അതായത് അത് പുറമേക്ക് പ്രകടിപ്പിക്കാൻ കൂടി പറ്റുന്ന തരം നേതാക്കളിൽ ഒരാളായിട്ട് കൂടി തോന്നിയിട്ടുണ്ടെന്ന് അല്ലേ? അല്ല, അത് പിന്നെ ഞാനല്ലല്ലോ അത് പറയുന്നത്. രാഹുൽജി എന്നെ ഒരു സത്യത്തിൽ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ക്രൈസിസ് പീരീഡുകൾ, ഞങ്ങൾ പാർട്ടിയുടെ ക്രൈസിസ് പീരീഡ് അദ്ദേഹത്തിൻ്റെയും ക്രൈസിസ് പീരീഡായിരുന്നു. അതെ. ആ സമയത്ത് 54 മണിക്കൂറാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. രാവും പകലും വെള്ളം പോലും പലപ്പോഴും കുടിക്കാൻ കിട്ടിയിട്ടില്ല. ആ ക്വസ്റ്റ്യൻ, ആ കേസിൻ്റെ സ്ഥിതിയാണ് ഇപ്പോൾ റോസവന്യൂ കോർട്ടിൽ നിന്ന് എടുത്ത് ചാടിയത് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിലായിക്കൊള്ളണം.
ഒരു മനുഷ്യൻ അതിൻ്റെ വേറൊരു കേസിൻ്റെ പേരിലാണ് ഡിസ്ക്വാളിഫൈ ചെയ്തത്. എന്തിനാണ്? ഒരു വാചകം പബ്ലിക് മീറ്റിംഗ് പറഞ്ഞതിൻ്റെ പേരിലാണ് ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MP പാർലമെൻറ്റിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്തു. അതും പരമോന്നത നീതിന്യായ കോടതി തന്നെയാണ് റീസ്റ്റേറ്റ് ചെയ്തത്. അപ്പോൾ എന്താ അവർക്ക് ഇപ്പം തന്നെ 36ഓളം കേസുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ, 36 കേസുകൾ. അപ്പം ഇത്തരം കേസുകൾ ഞാൻ ഇന്ന് വരെ ഭയം എന്ന് പറയുന്നൊരു വികാരം രാഹുൽ ഗാന്ധി കണ്ടിട്ടില്ല. അതാണ് രാഹുൽ ഗാന്ധി വ്യത്യസ്തനാക്കുന്നത്. പുള്ളിക്ക് അങ്ങനെ ഒരു കാര്യത്തിലും ഭയമില്ല. പക്ഷേ സ്നേഹിക്കപ്പെടുന്ന ഒരു അമ്മയോട് വൈകാരികമായ അടുപ്പമുണ്ട്. അപ്പോൾ പുള്ളി ജയിലിലാവുന്ന സമയത്ത് ആ അമ്മയെ അറിയിക്കണ്ട, നീ ഹാൻഡിൽ ചെയ്തോളണം എന്ന് പറയുന്നത് അത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ്. ഭയത്തിൻ്റെ എന്തിനേയും നേരിടാനുള്ള ധൈര്യം കാണിക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ അതുകൊണ്ടല്ലോ നിശിതമായി വിമർശിക്കുന്നത്. എല്ലാവരും പൊതിഞ്ഞ് വിമർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമല്ലേ ഇത്. ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം നിങ്ങൾ എടുത്തു നോക്കിയോ, മോഡിക്കെതിരെ നേർക്കുനേർ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, നിങ്ങൾ സഞ്ചരിക്കുന്ന പാത തെറ്റാണ്, നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കറക്റ്റ് ചെയ്യണം ഈ രാജ്യത്തിന് വേണ്ടി എന്ന് പറയാൻ ആർജവം കാണിക്കുന്ന, മുഖത്ത് നോക്കി പറയാൻ ആർജവം കാണിക്കുന്ന ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അത് ഇതിനാ കോൺഫിഡൻസ് ഉണ്ടാകും. നമ്മൾ കേരളത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ദേവസ്വത്തിൻ്റെ ചുമതല കൂടി സംസ്ഥാന തലത്തിൽ മന്ത്രിയായിട്ടുണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ ഏറ്റവും കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു സ്വർണ്ണക്കൊള്ളയാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ഒരു ഇല ഞാൻ അങ്ങില്ല എന്ന് പറഞ്ഞ ആളാണ് KC. ഈ കാര്യത്തിൽ ഇപ്പോൾ ഭരണപക്ഷത്തിൽ നിന്നാണെങ്കിലും CPM-ൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും കോൺഗ്രസിന് കൂടി പങ്കുള്ളതില്ലേ, കോൺഗ്രസിലേക്ക് കൂടി അന്വേഷണം, അല്ലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കോൺഗ്രസ് ബന്ധം, അല്ലെ സോണിയാഗാന്ധിയെ കണ്ടതടക്കം ചർച്ചയാക്കി മാറ്റുന്നുണ്ട്. ഈ കാര്യം കാരണം വെച്ച് കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം അതിൻ്റെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഈ പാരഡിപ്പാട്ടടക്കം ആ നിലയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിയിട്ടുള്ള അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഘട്ടമാണ്. എന്താണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്? ഞാനൊരു ദേവസ്വം ചുമതലയുള്ള മിനിസ്റ്റർ ആയിരുന്ന സംഗതി. സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാം മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന സംഭവം. അതൊരു കൊള്ള മാത്രമല്ല, വൈകാരികമായ. ഇപ്പം ഇപ്പോഴത്തെ സീസൺ ശബരിമല സീസണാണ്. 41 ദിവസം വ്രതം എടുത്തിട്ട് ശബരിമല അയ്യപ്പനെ കാണാൻ പോകുന്നത് നമ്മുടെ കേരളക്കാരെ കൂടാതെ കർണാടകക്കാരും തമിഴ്നാടുകാരും തെലുങ്കാനക്കാരും ആന്ധ്രക്കാരും എല്ലാം ഉണ്ട്. ഇത് അവരെ വൈകാരികമായി സ്പർശിച്ചൊരു വിഷയമാണ്. അവരെല്ലാം ഞാൻ പറയാറുണ്ട്, ഞാൻ പ്രസംഗത്തിൽ പറയാറുണ്ട്, ഈ അയ്യപ്പന്മാർ 41 ദിവസം വ്രതം എടുത്തിട്ട് പോയാൽ നിങ്ങൾ കണ്ടറിയാം, ക്യൂവിൽ നിന്ന് നീണ്ട ക്യൂവിൽ നിന്ന് 30 സെക്കൻഡാണ് അവർ ആ അയ്യപ്പ വിഗ്രഹം ഒന്ന് കാണുക. ആ 30 സെക്കൻഡ്, ഈ 30 സെക്കൻഡ് കാണുന്നതിൽ സായുജ്യമണിഞ്ഞ് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പറഞ്ഞ് സായുജ്യമണിഞ്ഞ് നിൽക്കുന്നവരാണ് ഈ ഭക്തന്മാർ. ആ ശ്രീകോവിലിൻ്റെ 2 ഭാഗത്തുള്ള സ്വർണ്ണപ്പാളികളാണ് കൊള്ള നടത്തിയിരിക്കുന്നത്. ഇപ്പം കൂടുതൽ വിവരങ്ങൾ പുറത്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയും കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയോ അവിടെ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ട്. ഇപ്പം ശബരിമല കൊള്ളയടിക്കാനുള്ളൊരു വേദിയാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം വലിയ പാപം എന്താണ് അവർ ചെയ്യാനുള്ളത്? അത് ആദ്യമൊക്കെ ഇത് കവറപ്പ് ചെയ്യാനല്ലേ ഗവൺമെൻറ് ശ്രമിച്ചത്. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇത് കണ്ടുപിടിക്കപ്പെടുമായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ അന്വേഷണം കൊണ്ടല്ലല്ലോ ഇത് വന്നത്. ഹൈക്കോടതി SIT-യെ വെച്ചു. ആ SIT പോലീസ്, കേരള പോലീസിൻ്റെ നേതൃത്വത്തിലുള്ളവരാണ് SIT, ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ്. പക്ഷേ ഹൈക്കോടതിയുടെ നിരീക്ഷണമുള്ളതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ഭയപ്പാടുകളൊക്കെ ഉണ്ടാവും. അവർ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് അതിനകത്ത്. അത് ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും അത് ഡിലേ ചെയ്യിക്കാനും യഥാർത്ഥ പ്രതികളിൽ കൂടി അതിലേക്ക് എത്തിക്കാതിരിക്കാനുമുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് അതിന് പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കില്ല. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഹൈക്കോടതി എല്ലാ ദിവസവും ഇങ്ങനെ ഇത് ഇന്നലെയും വിമർശിച്ചു ഹൈക്കോടതി. കൊള്ളുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ കുറച്ച് ഇൻ്റഗ്രേറ്റുള്ള ഉദ്യോഗസ്ഥന്മാർ അതിനകത്തുള്ളതുകൊണ്ട് എല്ലാവർക്കും അതിന് കിട്ടില്ല. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇത് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി വേറെ ചില ഇതിപ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് ഇതിനകത്ത് അതിനെക്കുറിച്ചൊക്കെ ഒരു വളരെ പരമപുച്ഛത്തോടെ അത്തരം ആരോപണങ്ങളെ നമുക്ക് കാണാൻ പറ്റൂ. അന്വേഷണം അവരല്ല നടത്തുന്നത്. SIT എന്ന് പറഞ്ഞാൽ കേരള പോലീസല്ലേ. അത് കേരള പോലീസിനെ നിയന്ത്രിക്കുന്ന ഇപ്പോഴാണ്. കോടതി നിരീക്ഷണം ഉണ്ടെങ്കിലും അവരല്ലേ. അപ്പോൾ ഞങ്ങളുടെ ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഞങ്ങളെ വെറുതെ വിട്ടേനതാണ് ഞങ്ങൾ ധരിച്ചിരിക്കുന്നത്. ഇത് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ടാക്ടിക്സ് അതിലൊന്നും ജനം വീഴുന്നില്ല. ഇതിലത്തെ യഥാർത്ഥമായിട്ടുള്ള കൊള്ള നടത്തിയ ആരൊക്കെയാണോ അവരെ പൊതുജനമധ്യത്തിൽ കൊണ്ടുവരാൻ വേണ്ട ശ്രമങ്ങളിൽ ജനം ജാഗരൂകരാണ്. ഞങ്ങളെല്ലാം ജാഗരൂകരാണ്. അതിലേക്കത് കൊണ്ടുവരും. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലടക്കം മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഒരു തുറന്ന പിന്തുണ UDF-ന് കിട്ടിയതായിട്ട് UDF അടക്കം വിലയിരുത്തുന്നുണ്ട്. അതിനിടെയാണ് ബാംഗ്ലൂർ ലേഹലങ്ക, കർണാടക ലേഹലങ്കയുമായി ബന്ധപ്പെട്ട ഒഴിപ്പിക്കൽ, ഒരു ബുൾഡോസർ രാജ്യം എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നതും
പക്ഷെ അവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടായിരുന്നു. കേസ് തന്നെ ട്വീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഒരു 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 ജാഗ്രതക്കുറവ്. അതായത് ലെഫ്റ്റിൻ്റെ സൈഡ് എന്ന് പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടലിനെ തുടർന്ന് കേസിക്ക് വരെ ട്വീറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ള രീതിയിലാണ് ലെഫ്റ്റ് പറയുക എന്നുള്ളത്. പക്ഷെ അത് അവിടെ ഒരു ഒരു ജാഗ്രതക്കുറവുണ്ടായി. അല്ലെങ്കിൽ ഒരു അല്ല ദേശീയ സംഘടനാ തലത്തിലുള്ള ഒരാൾക്ക് ഇടപെടേണ്ടി വന്നു. അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. ആ പ്രോജക്റ്റ് അതൊരു വേസ്റ്റ് ഡിസ്പോസൽ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലത്തെ ബാംഗ്ലൂരിൽ നമ്മുടെ മലയാളികളടക്കം ഒരുപാട് പേര് താമസിക്കുന്ന പട്ടണമാണ്. അപ്പോൾ ആ ബാംഗ്ലൂർ പോലൊരു സിറ്റി വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സിറ്റിക്ക് ആ വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടി ഏറ്റെടുത്ത സ്ഥലമാണത്. അവിടെ ഉണ്ടായ പാളിച്ച അത് മുഖ്യമന്ത്രി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ആ സ്ഥലത്ത് ഇവർ കഴിഞ്ഞ കുറച്ച് നാളായിട്ടും കുടിയേറി പാർക്കുന്നവരാണ്, നേരത്തെ ഉള്ളവരല്ല. കഴിഞ്ഞ ഒരു 3-4 വർഷത്തിനിടയിൽ വന്നിരിക്കുന്നവർ. അവർ വരുമ്പോൾ തന്നെ അവരെ നിരുത്സാഹപ്പെടുത്തി അവരെ മറ്റു പല സ്ഥലങ്ങളിലേക്കും അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ്. അത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് പാളിച്ച വന്നിട്ടുണ്ടോ എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ പാളിച്ച വന്നിട്ടുണ്ട്. അവർ വന്നു. നമ്മുടെ പോയിൻ്റ് അതല്ല. ഗവൺമെൻറ് പ്രോജക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ അത് അതിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് മുസ്ലിങ്ങൾ മാത്രമാണ്. നല്ല പട്ടി സമൂഹങ്ങളിലുള്ളവരുമുണ്ട്. അവിടെ താമസിക്കുന്നവർ മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല. അപ്പോൾ അത് കേരളീയരുമല്ല. മനസ്സിലായില്ല? ഇപ്പം കഴിഞ്ഞ ദിവസം കുറേ ആൾ പ്രചരിപ്പിക്കുന്നുണ്ട് മലയാളികൾക്ക് വേണ്ടിയിട്ട് മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള വാദമായിരുന്നില്ല അത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ സംഭവം ഉണ്ടായപ്പോൾ ഇങ്ങനെ ഇവരെയൊക്കെ കുടിയൊഴിപ്പിക്കുന്ന ഇത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി അന്ന് കോൺഗ്രസ് പ്രവർത്തക സഭയിലുണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ശിവകുമാറോട് പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കൺസേണോടുകൂടി ചെയ്യുന്നത് നമ്മൾ അത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് പറ്റിയൊരു പാളിച്ചയാണ്. അത് മുഖ്യമന്ത്രി പറഞ്ഞു. അത് ഇനി ആവർത്തിക്കില്ല എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അതിലൂടെ ഉണ്ടായിട്ടുള്ളൊരു ചെറിയ കൺസേൺ വെച്ചിട്ട് ഈ ആളുകളെ മുഴുവൻ അവിടെ ഇത്രയും കുറച്ച് ആയിട്ടുള്ളൂവെങ്കിലും താമസിക്കുന്നവരെ മനുഷ്യത്വരഹിതമായിട്ട് അവരോട് പെരുമാറിയെന്നുള്ളൊരു രീതി വരുന്നത് ശരിയായ കാര്യമല്ല. അതിനുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിന് മുഖ്യമന്ത്രി എന്താ ചെയ്തത്? ഇത് UP മോഡലായിട്ട് ചിത്രീകരിച്ചു. UPയിലെ യോഗി ആദിത്യനാഥ് ചെയ്യുന്ന പോലെയാണ് അവിടെ ചെയ്തത്. ഇപ്പോൾ അവിടെ എന്നിട്ട് ഈ മുഖ്യമന്ത്രി UPയിലെ യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിലേക്ക് ഒരു MPയെ അയച്ചില്ലല്ലോ. യോഗിയുടെ പ്രസംഗം ശബരിമലയിൽ വായിക്കുകയായിരുന്നല്ലോ ചെയ്തത്. ഏറ്റവും വലിയ ബുൾഡോസർ രാജ് നടത്തിക്കൊണ്ടിരിക്കുന്ന യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം ശബരിമലയിൽ വായിക്കുകയല്ലേ മുഖ്യമന്ത്രി ചെയ്ത്? വാസവനെ കൊണ്ട് വായിപ്പിക്കല്ലേ? യോഗിജി എന്ന് പറഞ്ഞുകൊണ്ട് വായിപ്പിക്കുകയായിരുന്നല്ലോ. നമ്മളെല്ലാം കേട്ടതല്ലേ? എന്തൊരു വിരോധാഭാസമാണ്. എന്തിന് യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസർ രാജ് പോലെയാണ് കോൺഗ്രസ് എന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ റീഹാബിലിറ്റേഷൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ചരിത്രമാണ് കർണാടക ഗവൺമെൻറ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അവർക്ക് നിയമപരമായിട്ട് അവർക്ക് അവകാശങ്ങളില്ല സത്യത്തിൽ. എന്നാൽ വർഷങ്ങളായിട്ടുള്ള ഒരു പിൻബലവും ഇല്ല അവിടെ താമസിക്കുന്നത്. കുറച്ച് നാളിലേ ആയിട്ടുള്ളൂ. ഇതൊന്നും നോക്കണ്ട, മനുഷ്യത്വമാണ് വലുത് എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ മുഴുവൻ പുനരധിവസിപ്പിക്കാൻ 11.5 ലക്ഷം രൂപ ചിലവ് വരുന്ന ചെറിയ ചെറിയ ഫ്ലാറ്റുകളിലേക്ക് അവരെ മാറ്റാനുള്ള നടപടി ഗവൺമെൻറ് എടുത്തു കഴിഞ്ഞു, ഡിക്ലെയർ ചെയ്തു. പിന്നെ എന്ത് കിട്ടിയാലും അത് നമ്മുടെ കഴിവാണെന്ന് പറഞ്ഞ് നടക്കുന്നവരോട് ഞാനെന്ത് പറയാനാണ്? അത് മുഖ്യമന്ത്രി ഇടപെട്ടതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിനകത്തൊക്കെ ഒരു മാനുഷികമുണ്ട്. ഞാൻ ഈ സംസാരിക്കുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രത്തിലെ രണ്ടാമനായ ആളോടാണ്. കർണാടകയുടെ കാര്യത്തിലാണെങ്കിലും രാജസ്ഥാൻ്റെ കാര്യത്തിലാണെങ്കിലും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലെ അനുനയ നീക്കങ്ങളുമായിട്ട് വന്നൊരാൾ കൂടിയാണ്. ഉറപ്പായും കോൺഗ്രസ് ഈ പറഞ്ഞ നേട്ടം സംസ്ഥാന ഭരണത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ MLA-മാർക്ക് പൊതുസമ്മതനായിട്ടുള്ളൊരു മുഖം വരികയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രതീക്ഷിക്കാവുന്ന ആളാണ്. ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇത്തരം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറില്ല. ഒന്നാമത് ഞങ്ങളിവിടെ എല്ലാവരും ഒന്നിച്ചിട്ട് പോവുകയാണ്. ഞങ്ങളുടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ ദുർഭരണം അവസാനിപ്പിക്കണം. ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ്. അതിനിടയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് അത് ഇതെൻ്റെ മാത്രം നേട്ടമാണെന്ന് പറയാം, അല്ലെങ്കിൽ എനിക്കാണ് കഴിവുകളെന്ന് പറയാം, അതൊന്നും ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരെയും കൂടി യോജിപ്പിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് പാർട്ടിയിലത്തെ നയം. ഞാൻ മുൻപ് പലവട്ടം പറഞ്ഞ പോലെ വീണ്ടും ആവർത്തിക്കുകയാണ്, എൻ്റെ കസേരയൊന്നും അതിനകത്ത് അത്ര പ്രസക്തമായ കാര്യമല്ല. എനിക്ക് എൻ്റെ പാർട്ടിയും ഗവൺമെൻറ്റും വരിക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചത് ഏറ്റവും വലിയ നേട്ടം. അതുണ്ടാകും ഈ കേരളത്തിൽ ഒരു സംശയം വേണ്ട. അതിൻ്റെ ഒരു ലാസ്റ്റ് ലാപ്പിലാണ് കേരളം ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങളത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളെല്ലാം പാർട്ടി തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അത്രയേ ഉള്ളൂ. താങ്ക് യു.